മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരുമ്പോ വെള്ളവുമായിട്ട് കാത്തിരിക്കും ആ പ്രിയപ്പെട്ട സഹാബി റബിയ റളിയല്ലാഹു അൻഹു. വെള്ളമായിട്ട് കാത്തിരിക്കും. മഹാനവറുകള് ഒരു നിമിഷം ഉറങ്ങാതെ കാത്തിരിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ വന്ന് കാത്തിരുന്ന് വെള്ളമായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അപ്പോ വെള്ളം കൊടുക്കും. വുദു ഉണ്ടാക്കാനല്ലേ വെള്ളം. രാത്രി സമയത്താട്ടോ, ശ്രദ്ധിക്കണം. രാത്രി സമയത്ത് നമുക്ക് നമ്മൾ ബാത്റൂമിൽ കുടുങ്ങിയാല് അല്ലെങ്കിൽ കുളിക്കണ സമയത്ത് വെള്ളം കഴിഞ്ഞാൽ വെള്ളം ഇടാൻ പറഞ്ഞാല് ഇനിയിപ്പോ ഇവിടുന്ന് എണീറ്റ് പോകണം, നിങ്ങൾക്ക് എന്നോട് ഇട്ടൂടെ, മോട്ടർ അവിടെ തന്നെ അല്ലേ, ടാങ്ക് അവിടെ തന്നെ അല്ലേ, അല്ലെങ്കിൽ ആ സ്വിച്ച് അവിടെ തന്നെ അല്ലേ, രണ്ട് കോരിയുടെ മുക്കിക്കായ മുക്കിയാ ഒന്നും കൊഴിഞ്ഞാടൂല, അങ്ങനൊക്കെ ഒരു പറച്ചില്ല. അള്ളാഹുവിന്റെ ഹബീബിന് വെള്ളം കൊണ്ടുവരും, ഉറങ്ങാതെ കാത്തിരിക്കും. ഒരിക്കൽ റബീ റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി ചോദിച്ചു, അല്ല റബീ, എനിക്ക് ഉറങ്ങൊന്നും വേണ്ടടാ, ഇങ്ങനെ ഉറക്കൊഴിവാക്കി നടക്കണം, എന്താ എനിക്ക് ഉറക്കൊന്നും വേണ്ടേ? അപ്പൊ റബീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നിങ്ങൾക്ക് വെള്ളമായിട്ട് ഞാൻ കാത്തിരിക്കാണ്, എനിക്ക് എന്താ വേണ്ടത് റബിയത്തെ ചോദിച്ചോ. വല്ലാത്തൊരു ഗോൾഡൻ ചാൻസ്. നമ്മളോട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് എന്തെങ്കിലും വേണ്ടി ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? കിളി പാറില്ല, കൂടടക്കം പാറി പോകും നമ്മള്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചോ, റബിയത്തെ നിനക്ക് എന്ത് വേണം, നിന്റെ ആഗ്രഹം നീ പറഞ്ഞോ റബിയ എന്ന് പറയുമ്പോ മഹാനായ റബിയത്ത് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് കിടന്നുറങ്ങാതെ വെള്ളവുമായിട്ട് പാത്രത്തിൽ വെള്ളവുമായിട്ട് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വുദു എടുക്കാൻ വേണ്ടി തഹജ്ജുദ് നിസ്കാരത്തിന്റെ വുദു എടുക്കാൻ വേണ്ടി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് കാത്തിരിക്കുന്ന മഹാനായ റബിയത്ത് റളിയല്ലാഹു അൻഹു ഒരുപോലെ കണ്ണടിച്ചില്ല, ഒരു നിമിഷം പോലും ഉറങ്ങിപ്പോയില്ല. അങ്ങനെ ഉറങ്ങാതെ കാത്തിരുന്ന മഹാനായ റബിയത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ക്ഷീണമില്ലേ റബിയത്തെ, നിനക്ക് ക്ഷീണമില്ലേ റബിയ, എന്താ നിനക്ക് കിടന്നുറങ്ങിക്കൂടെ? അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ റബിയത്ത് റളിയല്ലാഹു അൻഹു എന്ത് വേണമെന്ന് ചോദിച്ചോ, നിനക്ക് തരാമെന്ന് മുത്ത് റസൂലുള്ള ഒരു മനോഹരമായ വാഗ്ദാനം മുമ്പിൽ വെച്ചപ്പോ ബഹുമാനപ്പെട്ട റബിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ ഹബീബല്ലാഹ്. നബിയേ, എന്റെ മുമ്പിൽ ഒരു അവസരം തന്നു, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പാവപ്പെട്ട റബിയത്തിനോട് പറയുമ്പോ കഷ്ടപ്പാടുകളും പട്ടിണികളും പരിഭവങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് ജീവിക്കുന്ന മഹാനായ റബിയത്ത് റളിയല്ലാഹു അൻഹു എന്ത് ചോദിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതിനുള്ള കഴിവ് അല്ലാഹു റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട അവസരം ഉപയോഗപ്പെടുത്തി ചോദിച്ചതെന്താ? അസ്അലുക മുറാഫഖ യാ റസൂലല്ലാഹ്. നബിയേ, സ്വർഗ്ഗമല്ല, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ ഒരു സ്ഥാനം വേണം. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, യാ റബിയ, സ്വർഗ്ഗം നിനക്കുണ്ട് റബിയത്തെ, വേറെന്തെങ്കിലും ചോദിച്ചോളൂ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണെന്നറിയോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്. ഈ ഉറക്കൊഴിക്കലിന് പകരം ഈ പാതിരാ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് തോൽപാത്രത്തിൽ വെള്ളവുമായി ആനന്ദ റസൂലുള്ളാഹിക്ക് വേണ്ടി ഉറക്കൊഴിവാക്കി കാത്തിരിക്കുന്ന പൊന്നുമോന റബിയത്ത് ഹബീബായ തങ്ങളോട് പറഞ്ഞതാണ്, അസ്അലുക നബിയേ, എനിക്ക് ചോദിക്കാനുള്ളത് എന്തെന്നറിയോ? മുറാഫഖതക ഫിൽ ജന്ന യാ ഹബീബല്ലാഹ്. തങ്ങളിരിക്കുന്ന സ്വർഗം എവിടെയാണോ, തങ്ങൾ കിടക്കുന്ന സ്വർഗം എവിടെയാണോ, തങ്ങൾ നടക്കുന്ന സ്വർഗം എവിടെയാണോ, തങ്ങൾ സഞ്ചരിക്കുന്ന സ്വർഗം എവിടെയാണോ നബിയേ, ആ സ്വർഗത്തിൽ തങ്ങളെ കൂടെ ഒരു സ്ഥാനം ഈ റബിയത്തിൽ തരാമോ നബിയേ, ഈ റബിയത്തിൽ തരാമോ നബിയേ? സ്വർഗമല്ല മഹാനവറുകൾ ചോദിച്ചത്, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞത്, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞത്. അസ്അലുക മുറാഫഖ ഫിൽ ജന്നത്തി യാ റസൂലല്ലാഹ്.
സ്വർഗത്തിലെ തങ്ങളെ കൂടെ ഒരു സ്ഥാനം എനിക്ക് വേണം നബിയേ. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 7-ാം ദുൽഹിജ്ജനാമൽ ഫിക്റുകൾ ചൊല്ലാൻ 10,000ങ്ങളുടെ കൂടെ അർഹമില്ലാവല്ല മജ്‌ലിസിൽ ഇറങ്ങി നിൽക്കുന്ന ഉമ്മമാരെ, പപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണു പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പൂമ്പാറ്റ മക്കളെ, നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടതാണ് ഹബീബായ തങ്ങൾ എവിടെയാണോ, ഹബീബായ തങ്ങൾ എവിടെയാണോ ഉള്ളത് ആ തങ്ങളെ കൂടെ ഒരു സ്ഥാനം എനിക്ക് തരണമല്ലാ. അവസാനമെങ്കിലോ സ്വർഗത്തിൽ കടക്കുന്നവനായി, അവസാനമെങ്കിലും സ്വർഗത്തിൽ കടക്കുന്നവളായി, സ്വർഗത്തിൽ കടക്കുന്നവനായി പുറത്ത് സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരല്ലോ. ആ സ്വർഗത്തിൽ ഞങ്ങളെ മുത്തു നബി എവിടെയാണോ, ഞങ്ങളെ ഹബീബായ തങ്ങൾ എവിടെയാണോ ആ തങ്ങളിരിക്കുന്ന സ്ഥാനത്ത് ഒരു ചെറിയ ഇടം ഞങ്ങൾക്ക് നൽകണമല്ല. അതിനാണ് എത്ര തിരക്കുണ്ടായാലും അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ 10,000 ഈ തിരക്ക് പിടിച്ച ഹിസാമഹിരിമിന്റെ കടയിലുള്ള സമയം എത്ര തിരക്കുള്ള സമയമാ, വീട്ടുജോലികളുള്ള സമയമാ, യാത്രകളുള്ള സമയമാ, പഠനങ്ങളുള്ള സമയമാ, കൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയമാ. എല്ലാ തിരക്കുകൾക്കിടയിലുമാണ് പടച്ചവനെ ഈ 10,000 നിന്നിലേക്ക് വേണ്ടി നിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നത്, ദിക്ർ ചൊല്ലുന്നത് മറ്റുള്ള സമയങ്ങളെ പോലെയല്ല. ഇശാമഹ്റിബിന്റെ കടയിലുള്ള സമയം തിരക്ക് പിടിച്ച സമയമാണ്. അതിലാ സമയമാകുമ്പോ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ എത്രയോ ജോലികൾ ചെയ്തു തീർക്കാനുള്ള സമയമാണ്. ആ സമയത്തിന്റെ ഇടയിലാണ് നിന്റെ പൊരുത്തം ആഗ്രഹിച്ച മജ്‌ലിസിന് വേണ്ടി സമയം ഞങ്ങൾ ചെലവഴിക്കുന്നത്. അല്ലാഹ് ഇതിന് നാളെ പരലോകത്ത് നിങ്ങൾക്ക് മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ വലിയ സ്ഥാനം തരണമല്ല. സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനം തരണേ ചില്ലറ കാര്യമില്ല. മറ്റുള്ള സമയത്തൊക്കെ നമുക്ക് ഫ്രീ സമയം ഉണ്ടാവും. അങ്ങനെയല്ല ഉസ്താദ് പറയേണ്ടത്, കുറെയൊക്കെ ഫ്രീ സമയം ഉണ്ടാവും. പക്ഷെ ഈ സമയമുണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട സമയം, തിരക്ക് പിടിച്ച സമയമാണ് മഗ്‌രിബിന്റെ ശേഷമുള്ള സമയം. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഉസ്താദേ അത് മഗ്‌രിബിന്റെ സമയത്ത് കുട്ടികളെ പഠനം ഉണ്ടാവും കേട്ടോ, തിരക്കുണ്ടാവും, ഞങ്ങൾ ലൈവ് കഴിഞ്ഞിട്ടാ കാണാറ്, ഞങ്ങൾക്കും ദ്വാരക്കണം കേട്ടോ, മതി തിരക്കുള്ളൂ അങ്ങനെ കണ്ടോളി. എന്നാലും മജ്‌ലിസിൽ ഇരുന്ന കൂലി അല്ലാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നാലും കണ്ടാ മതി, കേട്ടാ മതി, ആ പ്രാർത്ഥനയിലൊന്ന് പങ്കെടുത്താൽ മതി. അള്ളാഹു കബൂലാക്കട്ടെ. ഒരു ദിവസം ഒഴിഞ്ഞു പോകരുത്. അത് നമ്മൾ നിർബന്ധം വെക്കുക, ഒരു ദിവസം ഒഴിഞ്ഞു പോകരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ദിക്ർ ആരംഭിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഇന്ന് രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു. അറിവിന്ദിലാവ് ഓഫീസിൽ ഒന്ന് വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച സാധുക്കളുണ്ട്. റബ്ബുക്ക് റാഹത്തിലാക്കി കൊടുക്കട്ടെ. നാളെ തിങ്കളാഴ്ചയാണ്, നാളെ ലീവായിരിക്കും. ചൊവ്വാഴ്ച ഉണ്ടാവും, ബുധനാഴ്ച പിന്നെ അറഫയാണ്, ലീവാണ്. ചൊവ്വാഴ്ച ഓഫീസ് ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താണ്. നാളെ ലീവാണ്, മറ്റന്നാൾ ചൊവ്വാഴ്ച ഉണ്ടായിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദിക്ർ ആരംഭിക്കാണ്. പെട്ടെന്ന് ചൊല്ലി, നല്ല നിയത്ത് വെച്ച് ചൊല്ലി. റിസൾട്ട് വരാനുള്ള മക്കളുണ്ട്, നല്ല വിജയം നൽകട്ടെ. അസുഖങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് 7 സന്തോഷ വാർത്ത വന്നു. മക്കളുണ്ടായ സന്തോഷ വാർത്ത, 7 സന്തോഷ വാർത്ത. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഒരു സങ്കടം എന്താ വെച്ചാൽ അതിൽ നിന്ന് ഒരു കുഞ്ഞ് വളരെ വിഷമത്തിലാണ്, ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അത് ദുആരിക്കണം, അംഗവൈകല്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ അതൊന്നൊരു കുഴപ്പമില്ലാതെ റബ്ബിനെ റെഡിയാക്കാൻ പറ്റും. അള്ളാഹു റെഡിയാക്കി കൊടുക്കട്ടെ, അള്ളാഹു റെഡിയാക്കി കൊടുക്കട്ടെ, അള്ളാഹു റെഡിയാക്കട്ടെ.